ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഒരു സ്ഥലത്താണ്, പക്ഷെ പോയത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. അതിൻ്റെ കഥയൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. എന്നാലും രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മൾ ചെന്നൈയിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ചെന്നൈയുടെ സൗത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈസിയർ ഹൈവേ കൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലത്തെ നല്ല വിശാലമായ ഹൈവേ ആണ്. അപ്പം ഇവിടെയാണ് ഒരുപാട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മഹാബലിപുരമാണ്. അപ്പോൾ അവിടെ നമ്മൾ പലതവണ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ക്രൊക്കഡൈൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ക്രൊക്കഡൈൽ പാർക്കിൽ പിന്നെ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ മനോഹരമായ കാഴ്ച നമുക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഇതൊട്ട് കാണാനും പറ്റില്ല. ഒരു പക്ഷേ നമ്മൾ ക്രൊക്കഡൈൽ പാർക്കിലോട്ട് തന്നെയാണ് പോയിരുന്നെങ്കിൽ ഇത് മാത്രമായിരുന്നില്ല കേട്ടോ മിസ് ചെയ്യാൻ പോകുമായിരുന്നത്. ഈ വീഡിയോ മുഴുവനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിവേ നമ്മൾ ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 തവണയെങ്കിലും വന്നിട്ടുണ്ടാവും, പല സമയങ്ങളിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ സമ്മർ ടൈം അല്ലേ, പക്ഷേ എന്തോ ലക്കിലി നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അത്ര വെയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബീച്ച് സൈഡിലോട്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. ചെന്നൈയിലൊക്കെ ഇപ്പം നല്ല തീവ്രമായ ചൂടാണ് കേട്ടോ. ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ ചെന്നൈയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ച്. ഇതിന് കോവളം ബീച്ച് എന്നും കൂടെ പറയും കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തെ കോവളം ഉണ്ടല്ലോ, അപ്പോൾ കോവളം ബീച്ച് എന്നാണ് ഇതിനെയും പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പറയാൻ കുറച്ചും കൂടെ സൗകര്യം, മാറിപ്പോകരുതല്ലോ ബീച്ചിൻ്റെ പേരുകൾ. ഇപ്പം ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ടാഗ് കിട്ടിയ എന്താണെന്ന് വെച്ചാൽ വളരെ നീറ്റായിട്ടുള്ളൊരു ബീച്ചാണിത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ബ്ലൂ ഫ്ലാഗ് ബീച്ചിലെ ഏറ്റവും അടിപൊളി സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ കടൽ കുറച്ച് ഉള്ളിലോട്ട് കയറി വന്ന് നിൽക്കുന്ന അധികം ആഴമില്ലാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ ഇറക്കാൻ പറ്റും. കാരണം ഇവിടെ വേവ്സ് അധികം വരില്ല. ഒരു മുട്ടിന് താഴെ വരെ മാത്രമേ ഇവിടെ വെള്ളം നിൽക്കത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല ജലജീവികളെ നമുക്ക് കാണാൻ പറ്റും. ഡോൾഫിനെ ചിലപ്പം കാണാൻ പറ്റും. ഇതുപോലത്തെ ജീവനുള്ള ഷെൽസിനെ, ക്രാബ്സിനെ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഈ ഒരു ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടോ. എന്തായാലും ഞാൻ ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇറങ്ങാനൊരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒരിക്കലും ബീച്ചിൽ അങ്ങനെ ഇറങ്ങി കുളിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഉടുപ്പ് ഇങ്ങനെ വെറ്റാവുന്നോ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെപ്പോലെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതൊക്കെ ജീവനുള്ളതാണോ? ജീവനുള്ളതാ. അതിൻ്റെ എന്താ സാധനം അവിടെ ഉണ്ട്? അത് ജീവനുള്ളതാ. അങ്ങനെ ആ ബീച്ചിൽ കൂടെ റോന്തി ചുറ്റി നടക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് സത്യസായി ബാബയുടെ ഈ ഒരു പ്രതിമ കിട്ടിയത് കേട്ടോ. വായ തുറക്കുന്നുണ്ട കണ്ട കണ്ട എപ്പോ വെള്ളം വരുമ്പോ അതിങ്ങനെ വായ തുറക്കും കണ്ട 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 വായ തുറക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഈ ഷാലോ ബീച്ചസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഞാൻ ഫോറിൻ കൺട്രീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ.
അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാശാനെ ഞാൻ വെള്ളത്തിൽ കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു തേങ്ങ എന്തോ ഒഴുകി വരുന്നതായിട്ടാണ്. പിന്നെ മനസ്സിലായി, അയ്യോ ഇത് ജെല്ലി ഫിഷ് ആണല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ജെല്ലി ഫിഷിനെ കാണുന്നത്. അങ്ങനെ ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മീൻകാർ വന്നു തുടങ്ങി. അപ്പം ഈ ഒരു മേഖലയിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ. പല തരത്തിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട്. അപ്പം കുറച്ച് മീൻകാരൊക്കെ വന്നിട്ട് വല എറിയുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ കുറച്ച് മീൻപിടുത്തമൊക്കെ കണ്ടു. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ഞങ്ങൾ മെയിൻ ബീച്ചിലോട്ട് പോയി. അത് തൊട്ടടുത്ത് തന്നെ കേട്ടോ. നമ്മളൊരു കുഴി ഇറങ്ങിയിട്ടാണല്ലോ താഴോട്ട് വന്നത്. ഇനി കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ബീച്ചിലെത്തും. അപ്പോൾ ഇതൊരു ഹിഡൻ ബീച്ച് കൂടിയാണ് കേട്ടോ. കാരണം അധികം ആർക്കും ഇത് മനസ്സിലാവില്ല. ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ബീച്ചുള്ള കാര്യം അറിയുള്ളൂ. അല്ലാത്തവരൊക്കെ ഈ മെയിൻ ബീച്ചിലോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ബീച്ച് ഡേ ടൈമിലും സൺസെറ്റ് ടൈമിലും കാണാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മൾ ഡേ ടൈമിൽ വരുന്നത് പോലെ ആയിരിക്കില്ല സൺസെറ്റ് ടൈമിൽ. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി ഫോട്ടോസ് കിട്ടും. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോഷൂട്ടിന് വരാറുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ ചിപ്പികളാണ് കേട്ടോ. ഇഷ്ടംപോലെ ഷെൽസ് വന്ന് അടിഞ്ഞു കൂടുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഗോവൻ ബീച്ചൊക്കെ ഇല്ലേ, ഏതാണ്ട് അതുപോലൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. സാധാരണ ബീച്ച് പോലെ അത്ര ബിസിയല്ല. ബിസിയായ സമയങ്ങളുണ്ടാവും. ടൂറിസ്റ്റ് ഇപ്പോൾ ഓഫ് സീസൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പം സീസൺ ടൈമൊക്കെ നല്ല തിരക്കുണ്ടായിരിക്കും. അങ്ങനെ അവിടുന്ന് സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. എനിവേ, നിങ്ങൾ ചെന്നൈയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ച്, മഹാബലിപുരം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം. എനിവേ, എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.